ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിങ് ഐഡിയാസ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കേക്കിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ബട്ടർ മിൽക്കാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ എല്ലാ കേക്ക് തയ്യാറാക്കിയെടുക്കുമ്പോഴും ബട്ടർ മിൽക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാല് ചെറിയ ചൂടുള്ള പാലാണ്. അതിലേക്ക് 1 ടീസ്പൂൺ വിനേഗർ കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒരു ക്ലീൻ ബൗൾ എടുക്കണം. ബൗൾ എടുക്കുമ്പോൾ അതിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് ക്ലീൻ ആയിട്ടുള്ള ബൗൾ തന്നെ എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് ഫ്ലോർ കൊണ്ട് ഉള്ള ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പിലോട്ട് 2 മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ ചേർക്കുക. ഇനി ഇത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ലോ സ്പീഡ് മുതൽ സ്പീഡ് കൂട്ടി അങ്ങനെ മാറ്റിക്കൊണ്ട് ബീറ്റ് ചെയ്യാം. എഗ്ഗ് ഇപ്പോൾ നല്ലപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗറാണ് ചേർക്കേണ്ടത്. പൊടിക്കുന്നതിന് മുമ്പ് 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ട് എന്നിട്ട് പൊടിച്ചതാണ്. അങ്ങനെ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് അതിലേക്ക് ചേർക്കണം. കുറച്ചായിട്ട് ചേർക്കുക. എന്നിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്രീമി കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് എല്ലാം നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ എഗ്ഗ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ അരിപ്പ് വെച്ച് കൊടുത്തിട്ട് 1 കപ്പ് ഫ്ലോർ എടുക്കാം. 1 കപ്പ് ഫ്ലോർ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ഫ്ലോർ ഞാൻ ചേർത്തു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കാം. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നത് ഈ കേക്കിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം കൂടി അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കിട്ടണം. എങ്കിലേ കേക്ക് നന്നായി പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ 3 തവണ ഇത് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ 1 തവണ അരിച്ചെടുത്തിട്ട് പിന്നീട് വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ 1 തവണ അരിച്ചെടുത്തിട്ട് വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വിസ്ക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 3 തവണ അരിച്ചെടുത്താലും മതി. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് നമുക്കെടുക്കാം. അതിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് തന്നെ ചേർക്കണം. കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ ബട്ടർ മിൽക്ക്, ആ ഒരു രീതിക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ഫ്ലോറും ഇതുപോലെ ചെയ്യുക. ഓവർ മിക്സിങ് പാടില്ല. ഓവർ മിക്സിങ് ചെയ്താൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഓവർ മിക്സ് ചെയ്യരുത്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ ആവണം ബാറ്റർ അധികം ലൂസായി പോവരുത്. അപ്പോൾ കേക്ക് നന്നായി പൊങ്ങി വരില്ല. ഇനി നമുക്ക് ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 7 ഇഞ്ചിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി ടാപ്പ് ചെയ്തെടുക്കണം. ടാപ്പ് ചെയ്യുന്നത് എയർ ബബിൾസ് എല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ കുക്കറിലാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച കുക്കറാണ്. അതിലേക്ക് ഒരു റിങ് വെച്ചിട്ട് ഇത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു സ്റ്റിക്ക് കൊണ്ട് കുത്തി കൊടുക്കുമ്പോൾ ബാറ്ററൊന്നും ആദ്യമേ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം റെഡിയായി എന്നാണ്. ഇനി ഈ സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടെടുക്കാം. വിപ്പിംഗ് ക്രീം ഇപ്പോൾ ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് വേറൊരു കേക്കും കൂടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ 1 കപ്പ് കൊണ്ട് ചെയ്യുമ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം തന്നെ മതിയാകും. അത്ര തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു 1/2 മണിക്കൂർ ഈ പാത്രവും ബ്ലെൻഡറിൻ്റെ ബ്ലേഡ്സും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്ന പാത്രത്തിലോ അതിൻ്റെ ബ്ലെൻഡറിൻ്റെ ബ്ലേഡ്സിലോ ഒട്ടും വെള്ളം പാടില്ല. വെള്ളം ഉണ്ടായാൽ അത് ശരിക്കും സ്റ്റിഫായിട്ട് വരില്ല.
അതുകൊണ്ട് വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോ സ്പീഡ് തൊട്ട് ഹൈ സ്പീഡിലേക്ക് മാറ്റി മാറ്റി നമുക്ക് ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അതിൽ ഓൾറെഡി മധുരമുള്ളത് കാരണത്താൽ ഞാൻ മധുരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് 3-4 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുത്താലും മതി. ഏകദേശം ഒരു 6 മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടൈറ്റ് ഫീൽ ചെയ്യുമ്പോൾ ആ ക്രീം നന്നായിട്ട് സ്റ്റിഫായി എന്നാണ് അർത്ഥം. ഇനി ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കേക്ക് വെച്ച് കൊടുത്തു. ഞാനിപ്പോൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എത്ര ലെയറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റത്തെ ലെയർ വെച്ച് കൊടുത്തു. ഇനി അത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് അത് ചൂടാക്കിയിട്ട് നന്നായി മെൽറ്റായി എടുക്കുന്നതാണ്. എന്നിട്ട് അതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുക്കണം. തണുപ്പോട് കൂടിയാണ് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഷുഗർ സിറപ്പ് വെച്ചിട്ടെല്ലാം ഞാൻ ഈ ഫസ്റ്റ് ലെയർ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയറിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ക്രീം ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഐസിങ് നൈഫ് വെച്ചിട്ട് ഐസിങ് ചെയ്താലും മതി. ഇനി ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഞാൻ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തു. അതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായി വെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്കും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ലെയറും ഞാനിതുപോലെ ഐസിങ് ബാഗിൽ ക്രീം ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ലെയറും ഐസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി തേർഡ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഷുഗർ സിറപ്പ് ചേർക്കുമ്പോഴേ കേക്കിന് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഷുഗർ സിറപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്രീം വെച്ചിട്ടൊന്ന് എടുക്കാം. ആദ്യം ക്രം കോട്ട് ചെയ്യുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് നമുക്ക് ശരിക്കും ഐസിങ് ചെയ്യാം. അപ്പോഴേ ക്രീമിന് ആ നല്ല കട്ടി ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ക്രീം കുറഞ്ഞു പോകും. അപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞ് 15-20 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ക്രീം ഒന്ന് കട്ടി തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഐസിങ് നൈഫ് വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്മേൽ ഡെക്കറേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റോസ് ഫ്ലവേഴ്സ് ബോർഡറിൽ ഇങ്ങനെ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് റെഡ് ജെൽ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർ നോസിൽ വെച്ചിട്ട് റോസ് ഫ്ലവേഴ്സ് സൈഡിലൂടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് ഭാഗം റോസ് ഫ്ലവർ വരച്ച് കഴിഞ്ഞു. ഇനി ഞാൻ താഴെ ഭാഗത്തും സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ടൈഗറിൻ്റെ ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ലീഫ് നോസിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ലീഫ്സും വരച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിലുള്ള ഡെക്കറേഷൻസ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലീവ്സ് എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റ് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡിയാണ്. തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തുടർന്നുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഇനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകളെല്ലാം എനിക്ക് അറിയിക്കുക. താങ്ക്